നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സർക്കാരുകൾക്കെതിരെ സമരാഗ്നിയുമായി കോൺഗ്രസ്. ജനകീയ പ്രക്ഷോഭ യാത്രയ്ക്ക് അല്പസമയത്തിനകം കാസർഗോഡ് തുടക്കം. സതീശനും സുധാകരനും നേതൃത്വം നൽകും. ഇടുക്കി ഉടുമ്പൻചോലയിൽ യുവതിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ അയൽവാസി. പ്രതി ഉടുമ്പൻചോല സ്വദേശി ശശി പിടിയിൽ. യുവതി ചികിത്സയിൽ. വ്യക്തിവൈരാഗ്യമെന്ന് പോലീസ്. തൃശൂരിൽ അവധി അപേക്ഷ നൽകാതെ മുങ്ങുന്ന പോലീസുകാർക്ക് പിടിവീഴുന്നു. സർക്കുലർ ഇറക്കി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി. തെറ്റിദ്ധരിപ്പിച്ച് അവധിയിൽ പോകുന്നവർക്കെതിരെ നടപടിക്ക് നിർദ്ദേശം. പത്തനംതിട്ടയിൽ വീണ്ടും നിക്ഷേപ തട്ടിപ്പ്. പുല്ലാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന G&G ഫിനാൻസ് പൂട്ടി. ഉടമകൾ 4 പേരും ഒളിവിൽ. കൊയ്ത്തുത്സവം ആഘോഷമാക്കി കോഴിക്കോട് ഓമശ്ശേരിയിലെ കർഷകർ. കപ്പ ചുട്ടും വയലിലെ ചെളിയിൽ കളിച്ചുല്ലസിച്ചും നാട്. കൗതുകമുണർത്തി നെല്ല് കുത്തി അവലുണ്ടാക്കലും കളിമൺ പാത്ര നിർമ്മാണവും. സകലമാന കേരളത്തിലേക്ക് വിശദമായി. KPCCയുടെ സമരാഗ്നി ജനകീയ പ്രക്ഷോഭ യാത്രയ്ക്ക് കാസർഗോഡ് തുടക്കം. KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന യാത്ര അല്പസമയത്തിനകം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. 14 ജില്ലകളിലും പര്യടനം നടത്തുന്ന സമരാഗ്നി ഈ മാസം 29-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, എപ്പോഴാണ് സമരാഗ്നി ഔദ്യോഗികമായി തുടങ്ങുക? ഏത് രീതിയിലാണ് ഈ പരിപാടി കോൺഗ്രസ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്? അശ്വതി, അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന പരിപാടി ആരംഭിക്കും. നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു. അല്പസമയം മുമ്പാണ് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ എത്തിയത്. ഇപ്പോൾ VD സതീശൻ അതുപോലെ തന്നെ K സുധാകരൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ജനപങ്കാളിത്തമാണ് ഈ പരിപാടിയിൽ കാണാൻ സാധിക്കുന്നത്. മുനിസിപ്പൽ സ്റ്റേഡിയം നിറഞ്ഞു കവിയുന്ന ഒരവസ്ഥ. അത്രയും പ്രവർത്തകർ, അതുപോലെ തന്നെ മുഴുവൻ നേതാക്കളും, കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം. എന്തായാലും സംസ്ഥാനം അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ താക്കീതായാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. 30 കേന്ദ്രങ്ങളിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി സ്വീകരണമുണ്ടാകും. ഈ മാസം 29-നാണ് വലിയ മഹാറാലിയോടുകൂടി തിരുവനന്തപുരത്ത് ഈ യാത്ര സമാപിക്കുന്നത്. എന്തായാലും ഇവിടെ വലിയ ജനപങ്കാളിത്തം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ഉദ്ഘാടന പരിപാടി ആരംഭിക്കുന്ന എല്ലാ നേതാക്കളും ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. എന്തായാലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഇനി പടിവാതിൽക്കൽ എത്തി നിൽക്കെ കോൺഗ്രസ് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ശക്തമാക്കുന്നു എന്നതാണ് ഈ ജാഥയിലൂടെ മനസ്സിലാക്കുന്നത്. ഏതായാലും അത്തരത്തിൽ പ്രവർത്തകരെ ഒക്കെ പങ്കെടുപ്പിച്ച് വലിയ ആവേശത്തോടു കൂടിയാണ് ഈ പരിപാടി ഇപ്പോൾ എന്തായാലും ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അല്പസമയത്ത് തന്നെ ഇതിന്റെ ഉദ്ഘാടനം നടക്കും. ഇന്ന് നാളെ ഇതുപോലെ തന്നെ ഈ കാസർഗോഡ് ജില്ലയിൽ വിവിധ സംഘടനാ പ്രതിനിധികളുമായും എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉൾപ്പെടെയുള്ള ചർച്ചയുണ്ട്. VD സതീശനും K സുധാകരനും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ എല്ലാ ജില്ലകളിലും സാമൂഹിക വിഷയങ്ങളിൽ ഇത്തരത്തിൽ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നാളെ രാവിലെ വാർത്താ സമ്മേളനവും VD സതീശന്റെ 10 മണിക്കുണ്ട്. അത്തരത്തിൽ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ജാഥ ഓരോ സ്ഥലങ്ങളിലൂടെയും കടന്നുപോവുക. എല്ലാ നേതാക്കളും ഉണ്ട്. ഇപ്പോൾ വലിയ ബഹളമാണ്. അത്തരത്തിലുള്ള പ്രവർത്തകരുടെ തിരക്ക് തന്നെയാണ്. നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തകരെ ഈ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ കാണാം. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതിന് ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കും. അശ്വതി, ബൈജു, നമ്മളിപ്പോൾ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ വേദി കാണുന്നുണ്ട്. ഈ പൊതു സമ്മേളനങ്ങൾ എല്ലാ ജില്ലയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയുന്നു. അതിനപ്പുറത്തേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായുള്ള ഒരു സമ്പർക്ക പരിപാടി കൂടി ലക്ഷ്യമിടുന്നുണ്ടോ ഇതുവഴി? തീർച്ചയായും കാസർഗോഡ് ജില്ലയിൽ നാളെ രാവിലെ 10 മണിക്കാണ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ഇത്തരത്തിൽ നിരവധി വിഷയങ്ങളിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനൊരു കൂടിക്കാഴ്ചയാണ്. അതിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉൾപ്പെടെ നാളെ പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. VD സതീശനും അതുപോലെ തന്നെ K സുധാകരനും ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും. രാവിലെ 10 മണിക്കാണ്. നാളെ യാത്ര ഉച്ചയ്ക്ക് ശേഷമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇത്തരത്തിൽ ഓരോ ജില്ലകളിലും അവിടുത്തെ പ്രശ്നങ്ങൾ അത് ഇത്തരത്തിൽ ചർച്ച ചെയ്യുക, ആ രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നാളെ ഉച്ചയ്ക്ക് പുറപ്പെടുന്ന യാത്ര തളിപ്പറമ്പിലാണ് ആദ്യ സ്വീകരണം. കാസർഗോഡ് ജില്ലയിൽ ഈ ഒരു പരിപാടി മാത്രമാണുള്ളത്.
നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കൂടിക്കാഴ്ചയാണ് പ്രധാനമായും നാളെ ഉള്ളത്. എന്തായാലും വലിയ പ്രവർത്തകരുടെ ഒരു പങ്കാളിത്തം തന്നെയാണ് ഈ. ശരി ബൈജു, എന്തായാലും 14 ജില്ലകളിലും സമരാഗ്നി പങ്കെടുക്കും. സമരാഗ്നി ഈ സമ്മേളനങ്ങൾക്ക്, പൊതുസമ്മേളനങ്ങൾക്ക് പുറമെ ആളുകളുമായുള്ള സമ്പർക്ക പരിപാടികളും നടത്തുന്നുണ്ട്. KV ബൈജു ആണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കും KC വേണുഗോപാൽ. ഇടുക്കി ഉടുമ്പൻചോലയിൽ യുവതിയെ അയൽവാസി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. ഉടുമ്പൻചോല പാറയ്ക്കൽ ഷീലയെയാണ് അയൽവാസിയായ ശശി അപായപ്പെടുത്തിയത്. ഇന്ന് 3:30 സംഭവം. വ്യക്തിവൈരാഗ്യമാണ് സംഭവത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രതിയെ ഉടുമ്പൻചോല പോലീസ് പിടികൂടി. പൊള്ളലേറ്റ ഷീലയെ നെടുങ്കണ്ടത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പത്തനംതിട്ടയിൽ വീണ്ടും നിക്ഷേപ തട്ടിപ്പ്. പുല്ലാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന G&G ഫിനാൻസ് ആണ് പൂട്ടിയത്. വിവിധ ജില്ലകളിലായി സ്ഥാപനത്തിന്റെ 48 ശാഖകളും അടച്ച നിലയിലാണ്. പത്തനംതിട്ട തെള്ളിയൂർ സ്വദേശികളായ ഉടമകൾ 4 പേരും ഒളിവിലാണ്. 1-ാം തീയതി മുതലാണ് സ്ഥാപനം തുറക്കാതെ വന്നത്. 50 വർഷമായി പുല്ലാട് ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമാണ് G&G ഫിനാൻസ്. കഴിഞ്ഞ മാസം വരെ നിക്ഷേപകർക്ക് പലിശ നൽകിയിരുന്നു. പിന്നീട് നിക്ഷേപം ചോദിച്ചെത്തിയ പലർക്കും പണം ലഭിക്കാതെ വന്നതോടെയാണ് തട്ടിപ്പ് പുറത്തായത്. അദ്ദേഹം ഒരിക്കലും വഞ്ചിക്കുമെന്ന് നമുക്ക് ആർക്കും ഒരിക്കലും ചിന്തിക്കാൻ പറ്റിയ ഒരാളല്ല അദ്ദേഹം. അദ്ദേഹത്തിന് അനിയന് ഈ സംഭവിച്ചിട്ടും നമ്മളിത് പൈസ പിൻവലിക്കാതിരുന്നത് ഇദ്ദേഹത്തിനുള്ളൊരു പൂർണ്ണ വിശ്വാസം. അനിയനെ ഇങ്ങനെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് പൈസ ചിലവാക്കിയെന്ന് അദ്ദേഹത്തിൽ നിന്ന് തന്നെ അറിയാൻ കഴിഞ്ഞു. ഒരു മാസം മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് ചെന്നപ്പം പറയുന്നത്, നിങ്ങളൊരു 15 ദിവസം കഴിഞ്ഞിട്ട് വാ, നിങ്ങൾക്ക് ഒരു 10 ലക്ഷത്തിൻ്റെ പകുതി, ഒരു 5 ലക്ഷം രൂപയെങ്കിലും തരാമെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മളവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം വീടും പൂട്ടി സ്ഥലം വിടുകയാണ് ഉണ്ടായത്. ഉടമകളെ നിക്ഷേപകർ ആദ്യം ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ലഭിക്കാതായി. തുടർന്ന് 4 പേരും ഒളിവിൽ പോയി. പരാതികൾ വ്യാപകമായതോടെ തെള്ളിയൂർ സ്വദേശികളായ ഗോപാലകൃഷ്ണൻ നായർ, ഭാര്യ സിന്ധു, മകൻ ഗോവിന്ദ്, മരുമകൾ ലേഖ എന്നിവർക്കെതിരെ പത്തനംതിട്ട കോയിപ്പുറം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എൻ്റെ അച്ഛനും അമ്മയും കോട്ടയം ജില്ലയിലാണ്. അവർ 10 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്. അച്ഛൻ്റേതും അമ്മയുടെയും എൻ്റേതുമായിട്ടാണ് ആ പൈസ അടക്കുന്നത്. കഴിഞ്ഞ മാസം വരെ അതിൻ്റെ ഇൻട്രസ്റ്റ് അച്ഛന് ലഭിച്ചിരുന്നു. പിന്നെ മെച്ചുവറായ പൈസ കിട്ടാനുണ്ട്. അത് ഫണ്ട് വരുമ്പം തരാമെന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെയും തന്നിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയും അതിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ടാണ് കഴിഞ്ഞു പോകുന്നത്. 1 ലക്ഷം മുതൽ 2 കോടി രൂപ വരെ നഷ്ടപ്പെട്ടവരുണ്ട്. സംസ്ഥാന വ്യാപകമായി 500 കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. വിവിധ ജില്ലകളിലായി 80ഓളം കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പരാതികളുടെ എണ്ണം ഇനിയും കൂടാനാണ് സാധ്യത. ഉടമകൾക്കായുള്ള തെരച്ചിലാണ് പോലീസ്. ന്യൂസ് 18 പത്തനംതിട്ട. കൃത്യമായ അവധി അപേക്ഷ നൽകാതെ മുങ്ങുന്ന പോലീസുകാരെ പിടികൂടാൻ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി. ആരോഗ്യ പ്രശ്നം പറഞ്ഞ് ദീർഘദിവസത്തെ അവധിയെടുക്കുന്നവർ നൽകുന്ന രേഖകൾ വസ്തുതാപരമാണോ എന്ന് മേലധികാരികൾ പരിശോധിക്കണം. തെറ്റിദ്ധരിപ്പിച്ച് അവധിയിൽ പോകുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നും സർക്കുലറിൽ നിർദ്ദേശമുണ്ട്. ദീർഘകാലം അവധിയിൽ പോവുകയും പിന്നീട് തട്ടിക്കൂട്ട് മെഡിക്കൽ രേഖകൾ ഹാജരാക്കി ജോലിയിൽ വീണ്ടും പ്രവേശിക്കുകയും ചെയ്യുന്ന രീതി സേനയിലുണ്ട്. വിദേശത്തേക്ക് പോയി ദീർഘകാലം അവിടെ തുടർന്ന ശേഷം വീണ്ടും നാട്ടിലെത്തി വ്യാജരേഖകൾ സമർപ്പിച്ച് ജോലിയിൽ പ്രവേശിച്ച സംഭവങ്ങളും നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഒരു സ്റ്റേഷനിൽ നിന്ന് തന്നെ കൂട്ടത്തോടെ അവധിയിൽ പോകുന്ന നില ഉണ്ടായതോടെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ പുതിയ നിർദ്ദേശം. പോലീസുകാർ പല കാരണങ്ങൾ പറഞ്ഞ് കൂട്ടത്തോടെ അവധിയെടുത്ത് ഉല്ലാസയാത്രയ്ക്ക് പോകുന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നു. പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാകും ഒരേ കാലയളവിലേക്ക് അവധി അപേക്ഷകൾ സമർപ്പിക്കുക. സ്റ്റേഷൻ പ്രവർത്തനം താളം തെറ്റുന്നുവെന്ന് കണ്ടെത്തിയതും സർക്കുലറിന് ഇടയാക്കി. അവധി അപേക്ഷകൾ സത്യസന്ധമാണോ എന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ പരിശോധിക്കണം. അപേക്ഷകൾ SP ഓഫീസിലേക്ക് അയക്കുകയും വേണം. 10 ദിവസത്തിൽ കൂടുതൽ അവധി ആവശ്യപ്പെടുന്ന അപേക്ഷകളിൽ രേഖകൾ ആവശ്യപ്പെടണം. അവധി കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിച്ചാലുടൻ ലീവ് റോൾ സമർപ്പിക്കണം. മെഡിക്കൽ ഗ്രൗണ്ടിലാണ് അവധിയിൽ പ്രവേശിക്കുന്നതെങ്കിൽ 7 ദിവസത്തിനകം ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥൻ വസ്തുതാ റിപ്പോർട്ട് സമർപ്പിക്കണം. 15 ദിവസത്തിൽ കൂടുതൽ ആവശ്യമായ മെഡിക്കൽ ഗ്രൗണ്ടിലെ അവധികൾ DYSP വഴിയാണ് സമർപ്പിക്കേണ്ടത്. അനധികൃതമാണ് അവധിയെങ്കിൽ അൺഓതറൈസ്ഡ് ആബ്സെന്റ് റിപ്പോർട്ട് നൽകണമെന്നും സർക്കുലറിൽ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കൊട്ടാരക്കര പുത്തൂരിൽ അസഭ്യം പറഞ്ഞ് ബഹളം വയ്ക്കുന്നത് ചോദ്യം ചെയ്ത വയോധികനെ ആക്രമിച്ച സംഭവത്തിൽ വയോധികൻ തോമസ് മരിച്ചു. അക്രമത്തെ തുടർന്ന് കുഴഞ്ഞു വീണ തോമസിനെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ മർദ്ദിച്ച ആളിനെ പുത്തൂർ പോലീസ് പിടികൂടി. മധ്യവയസ്കനെ യുവാവ് ആക്രമിക്കുകയും ദേഹത്ത് തൊഴിക്കുകയും ചെയ്തിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചെങ്കിൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് പുത്തൂർ പോലീസ് അറിയിച്ചു.
അടിമാലിയിലെ വയോധികരുടെ പ്രതിഷേധം അവസാനിച്ചു. പെൻഷൻ മുടങ്ങി ജീവിതം വഴിമുട്ടിയതോടെ ദയാവധത്തിന് അനുമതി ആവശ്യപ്പെട്ടാണ് വൃദ്ധ ദമ്പതികളായ ഓമനയും ശിവദാസനും പ്രതിഷേധിച്ചത്. CPM അടിമാലി ഏരിയ സെക്രട്ടറി ചാണ്ടി P. അലക്സാണ്ടറുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരെത്തി ദമ്പതികളെ അനുനയിപ്പിക്കുകയായിരുന്നു. പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉടൻ തീരുമാനമുണ്ടാക്കുമെന്ന് നേതാക്കൾ അവർക്ക് ഉറപ്പു നൽകി. വയനാട് തലപ്പുഴയിൽ നിയന്ത്രണം വിട്ട ടൂറിസ്റ്റ് ബസ് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന പിക്കപ്പിലിടിച്ച് 6 പേർക്ക് പരിക്ക്. KSEB HT ലൈൻ സ്ഥാപിക്കാനുള്ള പോസ്റ്റുകൾ കയറ്റിയ പിക്കപ്പിലാണ് ബസ് ഇടിച്ചത്. പരിക്കേറ്റവരെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂർ AR ക്യാമ്പിലെ പോലീസുകാരും കുടുംബവും സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്ത്. എൻഡോസൾഫാൻ ദുരിതബാധിതരോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കാഞ്ഞങ്ങാട് ആരംഭിച്ച അനിശ്ചിതകാല സമരം 9 ദിവസം പിന്നിട്ടു. വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകൾ സമരത്തിന് പിന്തുണയുമായി രംഗത്തുണ്ട്. എൻഡോസൾഫാൻ ദുരിതബാധിതരോടുള്ള നീതി നിഷേധത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി ദുരിതബാധിതരും അമ്മമാരും. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല സമരം 9 ദിവസം പിന്നിട്ടു. ദുരിതബാധിത പട്ടിക അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം. 2011 ശേഷം ജനിച്ച ദുരിതബാധിതരെ പട്ടികയിൽ ഉൾപ്പെടുത്താനാകില്ല എന്നാണ് പുതിയ സർക്കാർ ഉത്തരവ്. ഇതിലൂടെ ആയിരക്കണക്കിന് പേർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടും. എൻഡോസൾഫാൻ പദ്ധതി തന്നെ നിർത്താനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നാണ് ദുരിതബാധിതരുടെ ആരോപണം. ഇതിന്റെ ഭാഗമായാണ് പട്ടിക വെട്ടിച്ചുരുക്കുന്നതെന്ന് ഇവർ പറയുന്നു. ഈ 1031 പേരും യഥാർത്ഥത്തിൽ ലിസ്റ്റിൽ പെട്ടവരാണ് എന്ന് നമുക്ക് ഔദ്യോഗിക സംവിധാനത്തിന്റെ അടുത്ത് തന്നെയാണ് വിവരം കിട്ടുന്നത്. അപ്പോൾ അവരെ തിരിച്ചെടുക്കുക എന്നുള്ള ആവശ്യമാണ് ഇപ്പം മുന്നോട്ട് വെക്കുന്നത്. അനിശ്ചിതകാല സമരത്തിന് കോൺഗ്രസ് ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചു. സൗജന്യ മരുന്ന് വിതരണം തുടരുക, മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ വിതരണം ചെയ്യുക, ദുരിതബാധിതർക്കായി പ്രത്യേക മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, സെൽ യോഗം ചേരുക, മുഖ്യമന്ത്രി ഉറപ്പു നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരസമിതി ഉന്നയിക്കുന്നു. ന്യൂസ് 18 കാസർഗോഡ്. വാണിയംകുളം പനയൂരിൽ കൃഷിയിടത്തിലെ കവുങ്ങിൻ തൈകൾ കൂട്ടത്തോടെ വെട്ടിനശിപ്പിച്ചതായി പരാതി. ചോലയിൽ ബാലകൃഷ്ണന്റെ തോട്ടത്തിലെ കായ്ക്കാറായ 24 തൈകളാണ് അജ്ഞാതർ വെട്ടിനശിപ്പിച്ചത്. രാത്രികാലങ്ങളിൽ മദ്യപാനികൾ തമ്പടിക്കുന്നത് പതിവാണെന്ന് ബാലകൃഷ്ണൻ പറയുന്നു. ബാലകൃഷ്ണന്റെ പരാതിയിൽ ഷൊർണൂർ പോലീസ് അന്വേഷണം തുടങ്ങി. കൊയ്ത്തുത്സവം നാടിന്റെ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് കോഴിക്കോട് ഓമശ്ശേരിയിലെ കർഷകർ. ഉരലും ഉലക്കയും ഉപയോഗിച്ച് നെല്ല് കുത്തി അവലുണ്ടാക്കലും കളിമൺ പാത്ര നിർമ്മാണവും കപ്പ ചുട്ടും വയലിലെ ചെളിയിൽ കളിച്ചുല്ലസിച്ചുമായിരുന്നു ഇവിടുത്തെ കൊയ്ത്തുത്സവം. ഓമശ്ശേരി റോയാർഡ് ഫാം ഹൌസിലെ 1 ഏക്കർ വയലിൽ നടന്ന കൊയ്ത്തുത്സവം നാടിന്റെ ആഘോഷമായി മാറി. ഗ്രാൻഡ് കൊടുവള്ളി മണ്ഡലം ഫെസ്റ്റിന്റെ ഓമശ്ശേരി പഞ്ചായത്ത് തല പരിപാടികളുടെ ഭാഗമായാണ് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത്. 3 ദിവസം മരത്തിൽ കുടുങ്ങിക്കിടന്ന കാക്കയെ നാട്ടുകാരും RRT വളണ്ടിയർമാരും ചേർന്ന് രക്ഷപ്പെടുത്തി. കാരശ്ശേരി പഞ്ചായത്തിലെ കുമാരനെല്ലൂർ ഗേറ്റുംപടിയിൽ കൂടുകൂട്ടുന്നതിനിടെ നൂൽക്കമ്പിയിൽ കുടുങ്ങിക്കിടന്ന കാക്കയെയാണ് സാഹസികമായി രക്ഷപ്പെടുത്തിയത്. കാരശ്ശേരി പഞ്ചായത്തിലെ കുമാരനെല്ലൂർ ഗേറ്റുംപടിയിൽ കഴിഞ്ഞ 3 ദിവസം മുൻപാണ് 50 അടിയോളം ഉയരമുള്ള ചീനിമരത്തിൽ കാക്ക കുടുങ്ങിക്കിടക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കാക്കയ്ക്ക് ജീവനുണ്ടെന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ 2 ദിവസം പല രീതിയിലും കാക്കയെ രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. വനംവകുപ്പിനെ അറിയിച്ചതിനെ തുടർന്ന് RRT വോളണ്ടിയർമാർ എത്തിയെങ്കിലും അവർക്കും രക്ഷിക്കാനായില്ല. പിന്നീടാണ് കാരശ്ശേരി സ്വദേശിയും മരമുറിക്കാരനുമായ സുകുമാരനെ നാട്ടുകാർ വിവരമറിയിക്കുന്നത്. പിടിച്ചുകയറാൻ ഒരു ചില്ല പോലുമില്ലാത്ത മരത്തിലൂടെ സുകുമാരൻ ഒരു കയറുമായി വലിഞ്ഞു കയറി. നിലത്തു വീഴുന്ന കാക്കയ്ക്ക് പരുക്കേൽക്കാതിരിക്കാൻ നാട്ടുകാർ താഴെ ബെഡ്ഷീറ്റും വലിച്ചു പിടിച്ചു നിന്നു. തൊട്ടടുത്ത വീട്ടുമുറ്റത്ത് വീണ കാക്കയ്ക്ക് RRT വോളണ്ടിയർമാർ വെള്ളം കൊടുത്തു. 3 ദിവസത്തോളം ഭക്ഷണവും വെള്ളവും കിട്ടാതെ അവശയായിരുന്നു കാക്ക. ജീവൻ രക്ഷിക്കാനായതിന്റെ സന്തോഷം സുകുമാരൻ പങ്കുവച്ചു. എനിക്ക് അതിനെ രക്ഷിക്കാൻ കഴിഞ്ഞതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതന്നെയാണ് നിങ്ങൾ വിളിച്ചപ്പം പെട്ടെന്ന് ഞാൻ വന്ന, അതുകൊണ്ടാണ്. അവർ ജീവൻ രക്ഷിക്കാനാണല്ലോ. കാക്കായാലും എന്തായാലും ഒരു ജീവൻ രക്ഷിച്ച് അതിൽ സന്തോഷം മാത്രം.
മരമൊക്കെ വലിയ മരമാണ്. ഞാനെങ്ങനെ കയറിയതാണ്, ഈ ജീവനാണല്ലോ വിചാരിച്ചു ഞാനെങ്ങനെ കയറിയത്. 3 ദിവസം കാത്തിരുന്നിട്ടാണെങ്കിലും കാക്കയെ ജീവനോടെ രക്ഷിക്കാൻ പറ്റിയ സന്തോഷം നാട്ടുകാരും പങ്കുവച്ചു. നാട്ടുകാരായ അദിനാൻ, സലിം, വേലായുധൻ, ജാഫർ, അൻവർ തുടങ്ങിയവരാണ് രക്ഷാപ്രവർത്തനത്തിന് മുൻകൈയെടുത്തത്. ന്യൂസ് 18 കാരശ്ശേരി. ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത നാടിന് അഭിമാനമായ താരങ്ങളെ ആദരിച്ചു. കേരളത്തിന്റെ ഫ്ലോട്ടിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ച രഞ്ജുഷ, സൈനികാഭ്യാസത്തിൽ പങ്കെടുത്ത അശ്വതി എന്നിവരെയാണ് ആദരിച്ചത്. മഞ്ഞാലുങ്ങലിലുള്ള വിമുക്ത ബഡാ ഭവനിൽ നടന്ന ചടങ്ങിൽ എക്സ് സർവീസസ് ലീഗ് പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി ഉപഹാരം നൽകി ആദരിച്ചു. വീൽ ചെയറിൽ ജീവിതം തള്ളി നീക്കുന്നവരുടെ സ്നേഹസംഗമം ശ്രദ്ധേയമായി. ചെർപ്പളശ്ശേരി പേങ്ങാട്ടിരിയിലാണ് ആസ്വാദനവും ആഘോഷവുമായി 7ാമത് വീൽചെയർ ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ആടിയും പാടിയും സൗഹൃദം പങ്കുവച്ചും നിരവധി ഭിന്നശേഷിക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ഫെസ്റ്റിന്റെ ഭാഗമായി. പാവറട്ടി സ്വദേശി ആയിഷ അബൂബക്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ കൊമേഴ്സ് ഡേ ആഘോഷിച്ചു. ഷഫി പറമ്പിൽ MLA ഉദ്ഘാടനം ചെയ്തു. ടെലിവിഷൻ താരങ്ങളായ റിനിഷ റഹ്മാൻ, വിശാഖ് നായർ, MN സാക്കി എന്നിവർ വിശിഷ്ടാതിഥികളായി. ആഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. നിർമ്മാണം പൂർത്തിയായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുറന്നു നൽകാതെ പുനലൂർ KSRTC ഡിപ്പോയിലെ വിശ്രമ കേന്ദ്രം. കൊടും ചൂടിൽ പുനലൂർ KSRTC ഡിപ്പോയിൽ എത്തുന്നവർക്ക് ആശ്രയമാകേണ്ട വിശ്രമ കേന്ദ്രമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം തുറന്നു നൽകാതിരിക്കുന്നത്. 2019 40 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വിശ്രമ കേന്ദ്രമാണ് അടച്ചിട്ടിരിക്കുന്നത്. യാത്രക്കാർക്കുള്ള കാത്തിരിപ്പ് കേന്ദ്രം, ടിക്കറ്റ് കൗണ്ടർ, സെക്യൂരിറ്റി ജീവനക്കാർക്കുള്ള മുറി എന്നിവയാണ് അമ്യൂണിറ്റി കേന്ദ്രത്തിൽ സജ്ജമാക്കിയിട്ടുള്ളത്. 2019 നിർമ്മാണം ആരംഭിച്ച പദ്ധതി 2023 പൂർത്തീകരിച്ചത്. വർഷങ്ങൾ പിന്നിട്ടിട്ടും കേന്ദ്രം തുറന്നു നൽകിയില്ല. ലക്ഷങ്ങൾ ചെലവഴിച്ച് അതിന്റെ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ അതിന്റെ വയറിങ്, മെയിൻ സ്വിച്ച് എല്ലാം സാമൂഹ്യ വിരുദ്ധരായ ആൾക്കാർ അത് മൊത്തവും നശിപ്പിച്ചിട്ടൊക്കെ. പുനലൂർ KSRTC ഡിപ്പോയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി അക്രമങ്ങളും അനീതിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇത് ഓപ്പൺ ചെയ്യണമെന്നാണ് ഒരു നാട്ടുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാം. 900 ചതുരശ്ര അടി വിസ്തൃതിയുള്ള കെട്ടിടത്തിന് നിർമ്മാണം പൂർത്തിയാക്കാൻ കരാറുകാർക്ക് വേണ്ടി വന്നതാകട്ടെ 3 വർഷം. ഇവിടെ സ്ഥാപിച്ച ഇരിപ്പിടങ്ങൾ തുരുമ്പെടുത്തിട്ടും വൈദ്യുതി ഉപകരണങ്ങൾ നശിച്ചു തുടങ്ങിയിട്ടും അധികൃതർക്ക് അനക്കമില്ല. പൊതുജനങ്ങൾക്ക് വിശ്രമകേന്ദ്രം തുറന്നു നൽകാത്തത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. ന്യൂസ് 18 പുനലൂർ. അന്തിയുറങ്ങാൻ അടച്ചുറപ്പില്ലാത്തൊരു വീട് പോലും ഇല്ലാതെ ദുരിത ജീവിതം നയിച്ച സ്വപ്നയ്ക്കും കുടുംബത്തിനും വീടൊരുങ്ങുന്നു. യൂത്ത് കോൺഗ്രസ് നെടുവത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്ന സഹോദരിയും നട്ടലിന് സുഖമില്ലാത്ത അമ്മയും അടങ്ങുന്നതാണ് സ്വപ്നയുടെ കുടുംബം. ലൈഫ് പദ്ധതിയിൽ വീടിന് അപേക്ഷിച്ചിരുന്നെങ്കിലും ലഭിക്കാതായതോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീട് നിർമ്മിച്ചു നൽകാൻ മുന്നിട്ടിറങ്ങിയത്. കൊട്ടാരക്കരയിൽ പ്ലാസ്റ്റിക് മേഞ്ഞ കുടിലിൽ അന്തിയുറങ്ങിയിരുന്ന കുടുംബത്തിന് വീടൊരുക്കി നൽകുകയാണ് യൂത്ത് കോൺഗ്രസ് നെടുവത്തൂർ മണ്ഡലം കമ്മിറ്റി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും മുൻ DCC പ്രസിഡന്റ് P സത്യശീലന്റെയും സ്മരണാർത്ഥമാണ് വീട് വെച്ച് നൽകുന്നത്. സ്വപ്ന ഭവനത്തിന്റെ നിർമ്മാണോദ്ഘാടനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും PC വിശ്വനാഥ് MLAയും നിർവഹിച്ചു. അർഹരായ നമ്മുടെ സഹായം 100% ആവശ്യമുള്ള ഒരു കുടുംബത്തെ കണ്ടെത്തി സഹായിക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ച താല്പര്യം, അത് ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിൽ ഒരു വീട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറിനോടൊപ്പം മരണം വരെയും നിന്ന ശ്രീ V സത്യശീലന്റെ സത്യനന്റെ സ്മരണാർത്ഥം ഒരു വീട് ചെയ്യുമ്പോൾ ആ വീട് ഇത്രയും അർഹതയുള്ള ഒരു കുടുംബത്തിൽ തന്നെ കൊടുക്കാൻ എത്രയും വേഗം ഇത് പൂർത്തിയായി ഈ വീടിന്റെ താക്കോൽദാന ചടങ്ങിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പങ്കെടുക്കാൻ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. മാനസിക വെല്ലുവിളിയും കാഴ്ച വൈകല്യവുമുള്ള സഹോദരിയും നട്ടലിന് സുഖമില്ലാത്ത അമ്മയും അടങ്ങുന്നതാണ് സ്വപ്നയുടെ കുടുംബം. ലൈഫ് പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിച്ചെങ്കിലും വീട് ലഭിക്കാത്തതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് വീട് ഒരുക്കി നൽകുന്നത്. അതുകൊണ്ട് ഈ ഉദ്യമത്തിന് എല്ലാവിധമായ ആശംസകളും പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ എത്രയും പെട്ടെന്ന് ഈ വീടിന്റെ താക്കോൽദാന കർമ്മം നടത്തുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. ആ ചടങ്ങിൽ സംബന്ധിക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. 700 ചതുരശ്ര അടി വിസ്തീർണത്തിൽ വാർത്ത വീടാണ് നിർമ്മിച്ചു നൽകുന്നത്.
നാട്ടുകാരുടെ പിന്തുണയോടെയാണ് വീടിന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ മുമ്പിൽ ഒരു അപേക്ഷയും യൂത്ത് കോൺഗ്രസ് വെച്ചിട്ടില്ല. യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്ക് നല്ല ആർജവുമുണ്ട്. ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പാക്കാൻ. പ്രിയങ്കരായ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സഞ്ജുവും സതീഷും ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. ഞങ്ങളെടുത്ത തീരുമാനം നടപ്പാക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ഈ പ്രസ്ഥാനത്തിനുണ്ട്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന രക്ഷാധികാരികളായിട്ടുള്ള ആളുകൾക്കുണ്ട്. ന്യൂസ് 18 നെടുവത്തൂർ. പാഠപുസ്തകത്തിൽ പഠിച്ച കഥകളി നേരിട്ട് കണ്ടപ്പോൾ കുട്ടികൾക്കത് വേറിട്ട അനുഭവമായി. കാസർഗോഡ് ചന്തേര ഇസത്തുൽ ഇസ്ലാം ALP സ്കൂൾ വിദ്യാർത്ഥികളാണ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കഥകളി കാണാനെത്തിയത്. കഥകളിക്കൊപ്പം അണിയറയിലെ ഒരുക്കങ്ങൾ കൂടി കണ്ട് മനസ്സിലാക്കാൻ കുട്ടികൾക്ക് അവസരമുണ്ടായി. തൊട്ടടുത്ത ക്ഷേത്രമുറ്റത്ത് കഥകളി കളിക്കുന്നുണ്ടെന്നറിഞ്ഞാണ് ഇവർ ഇവിടെ എത്തിയത്. ദുര്യോധനവധമായിരുന്നു കഥ. പ്രധാന കഥാപാത്രമായ രൗദ്രഭീമനെ അവതരിപ്പിക്കുന്ന നാട്ടുകാരൻ കൂടിയായ കലാമണ്ഡലം സുരചന്ദ് കുട്ടികൾക്ക് കഥകളിയെക്കുറിച്ച് വിവരിച്ചു നൽകി. ഇത്ര വലിയ ആൾക്കൂട്ടം ഉണ്ടായിരിക്കുമെന്ന് മുരളി വിചാരിച്ചിരുന്നില്ല. അപ്പൊ ഈ താളങ്ങളെല്ലാം കൂടിയിട്ട് ഈ താളത്തിൽ ആദ്യം ചെമ്പ, പിന്നെ ചെമ്പട, അങ്ങനെ ഓരോ താളത്തിലും സ്റ്റേജുമ്മ ഈ തിരശീലേന്റെ ഉള്ളില് നമുക്കാർക്കും കാണാൻ കഴിയാത്തോടെ. അണിയറ ഒരുക്കങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ 107 കുട്ടികൾ കഥകളി പഠിക്കാനെത്തി. കിരീടവും തോൾവളയും കൈവളയും കഥകളിയുടെ വാദ്യങ്ങളും നേരിൽ കണ്ടു. ചുട്ടിക്കുത്തലിന്റെ കരവിരുത് അവർ വിസ്മയത്തോടെ കണ്ടിരുന്നു. 4ാം ക്ലാസ്സിൽ മുരളി കണ്ട കഥകളി എന്ന ഒരു പാടുണ്ട്. അതിൽ കഥകളിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ തൊട്ടടുത്തുള്ള പെരുങ്കളിയാട്ടം, അതായത് ചന്തേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഒരു പെരുങ്കളിയാട്ടം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ കഥകളി നടക്കുന്നുണ്ട്. അതിനായി നമ്മളുടെ സ്കൂളിലെ വിദ്യാർത്ഥികളിൽ കുറച്ച് ആൾക്കാരെല്ലാം വന്ന് ഇവിടുത്തെ വേഷങ്ങളെല്ലാം പരിചയപ്പെട്ടു. അരങ്ങത്തെ കേളികൊട്ടും തോടയവും വന്ദനശ്ലോകവും കേട്ട് കുട്ടികൾ കഥകളി അറിവുകൾ ആസ്വദിച്ചു. 4ാം തരത്തിൽ മുരളി കണ്ട കഥകളി എന്ന പാഠത്തിലും 3ൽ പരിസര പഠനത്തിലും കഥകളിയെക്കുറിച്ച് പഠിക്കാനുണ്ട്. ന്യൂസ് 18 പിലിക്കോട്. കർഷകർക്ക് വളരെ കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള കാർഷിക ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകുന്ന രാമകൃഷ്ണനെ പരിചയപ്പെടാം. കാർഷിക ഉപകരണങ്ങൾ സ്വന്തമായി നിർമ്മിക്കുകയും സർക്കാർ ഏജൻസികളുടെ സഹായത്തോടെ കർഷകരിലേക്ക് എത്തിക്കുകയുമാണ് കൊയിലാണ്ടി പന്തലായനി സ്വദേശി രാമകൃഷ്ണൻ. പന്തലായനിയിൽ രാമകൃഷ്ണൻ വീടിനോട് ചേർന്ന പണിപ്പുരയിൽ കാർഷികോപകരണങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അനായാസം അടയ്ക്ക പൊളിക്കുന്ന 2 വ്യത്യസ്ത ഉപകരണങ്ങൾ ചെലവ് കുറഞ്ഞ രീതിയിലാണ് നിർമ്മിച്ചതെന്ന് രാമകൃഷ്ണൻ പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ മെക്കാനിസം എന്ന് പറയാൻ ഒന്നുമില്ല. ഇത് ഏത് കുട്ടികൾക്കും കൈകാര്യം ചെയ്യാം. ഒരു നെറ്റ് മാത്രം, ഇത് ആർക്കും വേണമെങ്കിൽ മാറ്റിയിടാനും എല്ലാത്തിനും കഴിയും. യാതൊരു അപകടമോ ഒന്നും ഉണ്ടാവില്ല. ഇത് 2-3 ടൈപ്പ് ചെയ്തു. കാരണം ആദ്യം ഒരു ടൈപ്പ് ചെയ്തപ്പോൾ അത് ഒരു ബെയറിങ് വെച്ച് ചെയ്തു. കാരണം ആദ്യം തീരെ ബെയറിങ് ഇല്ലാണ്ട് ഉണ്ടാക്കിയപ്പോൾ ഒരു ബെയറിങ് വെച്ചാൽ കുറച്ചുകൂടി സ്മൂത്ത് ആകുന്നു. അപ്പോൾ ഒരു ബെയറിങ് വെച്ച് ചെയ്തു. അപ്പം കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് വണ്ണം കുറവാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി മണ്ണാക്കാം. അപ്പോൾ കുറച്ചുകൂടി മണ്ണമുള്ള പൈപ്പിലേക്ക് ചെയ്തു. കുരുമുളക് മെതിക്കാൻ 3 തരത്തിൽ തയ്യാറാക്കിയ ഉപകരണം ഇദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. മണ്ടരി ബാധിച്ച് പൊളിച്ചെടുക്കാൻ പ്രയാസമായ തേങ്ങ ക്ഷണനേരം കൊണ്ട് പൊളിച്ചെടുക്കാം. ചക്ക മുറിക്കാനും ചെറുകിട കർഷകർക്കാവശ്യമായുള്ള ഒട്ടുമിക്ക യന്ത്രങ്ങളും ഇദ്ദേഹം വികസിപ്പിച്ചെടുക്കുകയാണ്. എളുപ്പത്തിലും വേഗത്തിലും കൈകാര്യം ചെയ്യാമെന്നതും ഇരുന്നോ നിന്നോ പ്രവർത്തിപ്പിക്കാമെന്നതും തന്റെ ഉപകരണങ്ങളുടെ പ്രത്യേകതയാണെന്ന് രാമകൃഷ്ണൻ അവകാശപ്പെടുന്നു. വിപണിയിൽ ലഭ്യമാകുന്ന ഉപകരണങ്ങളെ അപേക്ഷിച്ച് വിലക്കുറവും ഏറെ മികച്ച ഉപകരണങ്ങളുമാണിതെന്ന് ഒട്ടേറെ ചെറുകിട കർഷകരും സാക്ഷ്യപ്പെടുത്തുന്നു. തബല ആർട്ടിസ്റ്റ് കൂടിയായ ഇദ്ദേഹം ഒഴിവു സമയങ്ങളിലാണ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതും കർഷകരെ സഹായിക്കുന്നതും. ന്യൂസ് 18 കോഴിക്കോട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കാൻ തന്നാലാകുന്നത് ചെയ്ത് മാതൃകയാവുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. അതിനായി ഇടുക്കി രാജകുമാരിയിലെ തിരുനാൾ സ്ഥലത്ത് കൊച്ചു ചായക്കട നടത്തുന്ന തിരക്കിലാണ് രാജകുമാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ. രാജകുമാരി ഗലീലാക്കുന്ന് ദേവാലയ തിരുനാളിനോടനുബന്ധിച്ചാണ് NSS വോളണ്ടിയേഴ്സായ വിദ്യാർത്ഥികൾ സ്റ്റാൾ ഒരുക്കിയത്. പഴംപൊരിയും ബജിയും അടക്കമുള്ള പലഹാരങ്ങൾ സ്വന്തം കൈപുണ്യത്തിൽ ഒരുക്കിയാണ് വിദ്യാർത്ഥികൾ ആവശ്യക്കാർക്ക് വിളമ്പുന്നത്. ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പേരിലാണ് കുട്ടികൾ സ്റ്റാൾ ഒരുക്കിയത്. ഞങ്ങൾ NSS നാഷണൽ സർവീസ് സ്കീമിന്റെ ഭാഗമായി
കടുക്കാസിറ്റി ഗലീലാക്കുന്ന് പള്ളിയുടെ ഭാഗം അടുത്ത് ഞങ്ങളൊരു സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ തന്നെയുള്ള ഒരു ചേച്ചിയുടെ കുടുംബത്തെയും സാമ്പത്തികമായി സഹായിക്കുക എന്ന ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത്. അത് ഇവിടെ നിന്ന് കിട്ടുന്ന ലാഭത്തുകയും കൊണ്ട് നടക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കച്ചവടത്തിലൂടെ ലഭിക്കുന്ന ലാഭം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കാൻ ഉപയോഗിക്കാനാണ് ഇവരുടെ തീരുമാനം. വിദ്യാർത്ഥി കൂട്ടായ്മയുടെ സംരംഭത്തിന് നാട്ടുകാരുടെ വൻ പിന്തുണയുമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 5770 രൂപ, പവന് 46,160 രൂപ. 18 ഗ്രാം സ്വർണം ഗ്രാമിന് 4770 രൂപ, പവന് 38,160 രൂപ. വെള്ളി ഗ്രാമിന് 76 രൂപ, കിലോഗ്രാമിന് 76,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി